ഇനി തൊട്ട് നമുക്ക് വീടുണ്ട്. ഇനി തൊട്ട് ഇന്നോട്ട് നമുക്ക് സിറ്റി ബ്ലാക്ക് മാഫിക്ക് വീടുണ്ട് സിറ്റിയില്. ഓക്കെ. ആൻഡ് അത് ഇന്നിപ്പം നിങ്ങൾക്ക് ഞാൻ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാനാ കൊണ്ടുപോണേ. നമുക്ക് പ്രോപ്പറായിട്ടൊരു ഒരു എന്താ പറയാ പാലുകാച്ചൽ ആയിട്ട് നമുക്കൊരു സെറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് അതെന്തിനു പോണോ ഫ്രണ്ടിൽ നിന്ന്? ആ കാറിന്റെ ലൈറ്റ് എന്താ അങ്ങനെ? ആ അല്ല എൻ്റെ ഇതെന്താണ്? ആ ഈസി വഴിയുണ്ട് അതിപ്പോ. ഈ വണ്ടി ഭയങ്കര സ്ലോ ചെയ്ത് കൊറേ ടൈം എടുക്കും. സ്ലോ വണ്ടിയില് എണ്ണിയില്ല. പെട്രോൾ അടിച്ചിട്ട് പോവാൻ തോന്നുന്നു. എടാ ഒരു സീനും ഇല്ല, ഞാനല്ലേ പറയണേ. അല്ലല്ല സാബൂരിന്റെ വണ്ടിയല്ലേ അത് പുള്ളിയുടെ വണ്ടിയാ. പക്ഷെ സാബൂര് രാത്രികളെ സാബൂര് അല്ല, അത് വേറെ ആരാണ്. ഇതില് കേറി നിക്കുവാ ഞാൻ ഇതില് ലിറ്ററലി കേറി നിക്കുവാ ഞാൻ. സിറ്റിയിലെ ഒരു വലിയ പണക്കാരൻ താമസിച്ചിരുന്ന ഒരു വീടാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. അല്ല നമ്മൾ പോകുമ്പോൾ അകത്ത് കൊടുത്തില്ലെങ്കിലും പുറത്ത് കൊടുക്കുന്നുണ്ട് മാസം. അപ്പൊ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇല്ല അലീനൊരു 300 ഇട്ടാ മതി. ആ പറഞ്ഞു വന്ന ലെവി നീ ഒരു 200. ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല വിചാരിച്ച. ചില്ലറക്കാരനല്ല നമ്മൾ വിചാരിക്കുന്ന ആളല്ല. ലവി മോനെ സാബൂര് നോക്കി വരുന്ന പുള്ളി അവിടെ നിന്ന് കത്തിപ്പോയി തോന്നുന്നു. ഇതല്ല നമ്മളെ വീട്ടിൽ നോക്കി കഴിഞ്ഞാൽ സിറ്റി ഫുള്ള് കാണാൻ പറ്റും. എടാ കുറച്ച് പുല്ലും ഇതൊക്കെ പിടിച്ച് കിടപ്പുണ്ടാട്ടാ. എല്ലാം ഒന്ന് വെട്ടണം. ഡോറൊക്കെ നമ്മള് സെറ്റാക്കാം. ബസ് കയറത്തിരി പണിയാണേ കുറച്ച്. ഈ വീട് കാണുന്ന കണക്കല്ല, കൊറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. വീടിന്റെ അകത്ത് കൊറേ കാര്യങ്ങളുണ്ട് അല്ലല്ലേ റേങ്കോളി? വീടങ്ങ് മേടിച്ച് പിള്ളേർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടടാ നമ്മള്. എന്ത് ചെയ്ത് കൊടുത്ത്? കാശ് കൊടുത്ത്, നിന്നെയും കൊടുത്ത്. നീ ഒന്ന് ഇനി എല്ലാ ദിവസം ഒന്ന് സാബുരിന്റെ വീട് വരെ ചെല്ലടാ. ഞാനും ഉണ്ടാവും. ഓരിഞ്ചോ പുതിയ വീട്ടിൽ വെടിവെക്കലാടി. പിന്നെ ലെവി എന്തിയടാ? ലെവി അഫ്ഗാണാ? ബോധം പോയെന്നാ കേട്ടെ. എവിടാ വൈ? എടാ ലെവി കേട്ടോ? ചെവിക്കാത്ത വായിക്കൊരു പ്രശ്നം ഉണ്ടോ അവന്? എന്താ എനക്കൊരു സന്തോഷമില്ലാത്ത നമ്മള് വീടൊക്കെ വാങ്ങിച്ചിട്ട്. എടാ ചുമ്മാ പറഞ്ഞാ നീ കാശ് നടക്കണ്ട, ഞാനല്ല സെറ്റിൽ ചെയ്യുന്നു.
നീ ടെൻഷൻ അല്ലേ നിങ്ങള് പോയി വീടൊക്കെ നോക്ക് കരണ്ട നോക്ക് ചെല്ലു ചെല്ലു അലീന ഞാൻ എന്റെ റൂം കാണിച്ചു തരാം എവിടെ കാണിക്കാം ആ കുഴപ്പമില്ല അവിടെ എന്താ പ്രശ്നം ഉണ്ടല്ലോ ശരിയാക്കണല്ലോ ഏത് റൂം എടുക്കണം എന്റെ റൂം ഓ ഇതാണ് എന്റെ ഡ്രീം ഓടിക്കാൻ തെന്നി വീഴുന്നുണ്ട് അലീന മുകളില് എടാ ഇതിന്റെ അകത്ത് നമുക്ക് ഇതൊക്കെ വെക്കാൻ പറ്റും എടാ ഇതിന്റെ അകത്തെ നമുക്ക് നമ്മുടെ ഫോട്ടോസോ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ പറ്റും അതെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ അപ്പുറത്ത് നോക്കട്ടെ എന്താ എന്റെ സൗണ്ട് എന്നെ കാണുന്നില്ല നിങ്ങൾക്ക് കാണുന്നില്ലേ വീട് കാണുന്നില്ല ആ ഇതുവഴി പോയാ എന്നെ കാണുന്നില്ല ആ ഇത് ഷഡ്ഡിയ ഇത് ഓ ഒരു പെണ്ണ് നിക്കുന്നേ നോക്കിയേ കുറെ സമയം എടുക്കോടാ നീ ഇവിടെ ഇന്ന് വന്നിട്ടില്ലല്ലോ ഇങ്ങോട്ട് അലീന പോയാ ബാധപ്പില്ല അവള് തീയൊക്കെ ഉണ്ടല്ലോ എല്ലായിടത്തും ഇതിൽ പെൺകൊച്ചല്ലോ വിചാരിക്കും ഇനി ആൾക്കാര് ഇറങ്ങാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടേ കത്തി പോന്നുണ്ടല്ലോ എല്ലാരും മുന്നേ വണ്ടികളെല്ലാം ഒന്ന് വിൽക്കാമോ ഇതാണ് എന്റെ റൂം എങ്ങനെയുണ്ട് ഇതാണ് എന്റെ റൂം എങ്ങനെയുണ്ട് ഓ പെർഫെക്റ്റ് അല്ല ഇതെന്റെ ഓ ഇത് അലീനടാ 3 റൂമും കാണാൻ പറ്റൂലേ പ്രൈവസി ഇല്ല എല്ലാം ട്രാൻസ്പെറന്റ് ആയിരിക്കും നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീട് വെച്ചത് ഫുള്ള് ട്രാൻസ്പെറന്റ് ആയിരിക്കും നമ്മൾ മനസ്സിലായില്ലേ സബ്ഗുരു വന്ന് ചന്ദ്രനെ കാണാൻ വരുമ്പോ എല്ലാരും കാണുമല്ലോ സാഹുരൊക്കെ രാജ നിക്കണല്ലേ എന്താ വരണ പോണ ഹലോ ചന്ദ്രൻ ഹലോ ചന്ദ്രൻ അർജന്റായിട്ട് ഒരു 10 കോടി അയച്ചു അക്കൗണ്ടിലോട്ട് ഇല്ല ഒരു ലേലം വിളിയാ സത്യം 10 കോടിയേ എടാ നിങ്ങൾക്ക് ഇപ്പൊ പുറത്തോട്ട് വരാൻ പറ്റാ നോക്കിയേ ഞാൻ ഈ ഡോർ അടച്ചിട്ടേക്കായിരുന്നു അല്ല അതായത് ബാക്കിലോട്ട് പോകാനുള്ള ഡോറാ ഞാൻ ഇവിടെ നിൽക്കാനടുത്ത് ഇവിടെ അടച്ച് ക്ലോസ് ആയിരുന്നു
എടാ വീട് എങ്ങനെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? അണ്ണ കൊണ്ട പക്ഷെ കൊറേ സ്ഥലത്ത് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആണോ? എന്തൊക്കെ പ്രശ്നങ്ങൾ എന്താ സെൻസ്? ബഗ് ചെറിയ ചെറിയ പ്രശ്നമുണ്ട്. അത് നമുക്ക് സെറ്റാക്കാം പണിയാം സെറ്റാക്കാം. ഒരു കാര്യം പറയാനുണ്ട്. വന്നു ഇവിടെ ഉണ്ട്. അപ്പൊ ഒഫീഷ്യലി റിവീൽ ചെയ്തില്ല. ഒഫീഷ്യലി റിവീൽ ചെയ്യാണ്. നമ്മൾ ഇന്നലെ ക്ലബായിരിക്കുന്നു ഇവിടെ. ഇന്നലെ ക്ലബായി ഇന്നലെ മീറ്റിംഗ് നമ്മൾ ഒഫീഷ്യലി ഇനി പേരുണ്ടെന്നുള്ള പരാതിയൊക്കെ തീരുന്നു. ഇവിടെ ബ്ലാക്ക് മാഫിയ എന്നറിയപ്പെടും. ലൈക്ക് ഇതെന്താ എന്തിന്റെ അടുത്ത ക്ലബ് നിങ്ങള്? അത് പറയണോ? പയ്യെ പറഞ്ഞാ പോരെ. എല്ലാവരും ലോഞ്ച് രീതി. നിനക്കെന്തൊരു സന്തോഷമില്ലാത്ത പോലെ. എന്തോ പറ്റിയ കാര്യമായിട്ട്. ഒന്നുമില്ല പറയണ എന്തുപറ്റി? ഇല്ല ഒന്നുമില്ല. ക്ലബൊക്കെ ആകുമ്പത്തേക്കും സന്തോഷം. നിനക്കൊരു വലിയൊരു വിഷമിച്ച് പറയുന്ന പോലെ ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചാ. ആനന്ദ കണ്ണീരാ? എന്റെ കണ്ണീരെന്ന് തോന്നില്ല. പിന്നെ ചോദിക്കാതെ. ഇവിടെ ഓക്കെ. അപ്പൊ എന്തായാലും നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്. നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ് എല്ലാ പരിപാടികളും ഇവിടെ വെച്ച് ചെയ്തോ. ഓക്കെ, ഞാനിതിന്റെ കീയും ഒക്കെ തരാം. ബാക്കി ഇതിന്റെ പണികളെല്ലാം ഉടനെ തീർത്തിട്ട് ബാക്കിയെല്ലാം സെറ്റ് ആക്കാം. ഓക്കെ. അലീന എന്തിടാ? അലീന അത് തന്നോ? തന്നോ? നിന്റെ കുഴപ്പമില്ല. പൂവിങ്ങന്നോ? പോവാന്നല്ല, പൂവിങ് തരേ. ഈ വീട്ടിൽ ഇന്നേ വരെ ഒരു ചോര വീണിട്ടില്ല. നീ വീഴ്ത്തരുത് കേട്ടാ. കട്ടാടി. അപ്പൊ എടാ ആശയവാ. എടാ നിങ്ങളപ്പോ വീടൊക്കെ ഒന്ന് കാണ് എല്ലാരും. ഓക്കെ, എക്സ്പ്ലോർ. എന്നിട്ട് എന്തേലൊക്കെ നോക്കിയിട്ട് പറ. ബാക്കി എന്തായാലൊക്കെ സെറ്റ് ആക്കാനുള്ള ഒന്ന് നോട്ടീസ് ചെയ്തിട്ട് ഒന്ന് നോട്ട് ചെയ്തിട്ട് പറ. നമുക്ക് നാളെ തന്നെ എല്ലാം സെറ്റാക്കിയിട്ട് 2 ദിവസത്തിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ പരിപാടി നടത്തണം. നിങ്ങളുടെ ക്ലബിൻ്റെ എന്ത് ബിസിനസ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ അതുകൂടി ചേർത്ത് നമുക്ക് നടത്താം.